ഡാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നുണ്ടോ? വലിയ തരത്തിലുള്ള ചെറുത്തുനിൽപ്പായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ പോലീസ് ലാത്തിചാർജ് തുടങ്ങിയതോടെ പ്രവർത്തകർ ചിതറി ഓടുകയായിരുന്നു. അതിനിടയിലാണ് പരിക്കേറ്റ പ്രവർത്തകരടക്കം MG റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി ഉൾപ്പെടെയുള്ള മറ്റ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചിവിടേക്ക് എത്തിക്കുകയായിരുന്നു. വനിതാ പ്രവർത്തകയെ പോലീസ് ബലം പ്രയോഗിച്ച് ഈ ബസിനുള്ളിലേക്ക് കയറ്റാൻ നടത്തുന്ന ശ്രമം അവർ ചെറുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളെല്ലാം പോലീസ് ബസിനുള്ളിലുണ്ട്. ആ ബസിനുള്ളിലേക്കാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മറ്റ് പ്രതിഷേധക്കാരെ കൂടി കയറ്റാനുള്ള ശ്രമകരമായ ദൌത്യത്തിന് പോലീസ് നേതൃത്വം നൽകുന്നത്. 1.5 മണിക്കൂറായി ഈ സംഘർഷ സാഹചര്യം ഇവിടെ ഉടലെടുത്ത് തുടങ്ങിയിട്ട്. 1 മണിക്കൂർ നേരം പോലീസ് സംയമനത്തോടെയായിരുന്നു, ജലപീരങ്കി മാത്രം പ്രയോഗിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ ശ്രമിച്ചത്. പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാകാതിരുന്ന പശ്ചാത്തലത്തിലാണ് സംയമനത്തിന്റെ പാതയിൽ നിന്ന് ചെറുത്തുനിൽപ്പിലേക്ക് പോലീസ് നീങ്ങുന്ന സാഹചര്യമുണ്ടായത്. അതാണ് വലിയ തരത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുന്ന ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വനിതാ പ്രസിഡന്റ് മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് പോലീസിന്റെ ബസ്സിലേക്ക് കയറ്റിയിരിക്കുന്നു. ഡാൻ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ ഞാനിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം പോലീസ് ബസ്സിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. പ്രവർത്തകർ പൂർണ്ണമായി അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടോ ഡാൻ? പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ഈ ബസ്സിന് മുൻ നിന്ന് പ്രതിഷേധം വനിതടക്കമാണ് പോലീസ് വാഹനം നീക്കാൻ എന്ന് പറഞ്ഞ പോലീസും പ്രവർത്തകരും തമ്മിൽ നടത്തുകയാണ്. പോലീസിന്റെ കൊണ്ട് പ്രതിഷേധക്കാരടക്കമാണ് ആദ്യ വേഗത്തിൽ പരിസരത്ത് കൂടി അറസ്റ്റ് ഇപ്പോൾ മുമ്പോട്ട് നീങ്ങിയിരിക്കുന്ന തരത്തിൽ പ്രവർത്തകർ പോലീസിന്റെ ബസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മുമ്പോട്ട് നീങ്ങിയിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നേരിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു തുടക്കത്തിൽ. അതായത് 1 മണിക്കൂറിലധികമായി തലസ്ഥാന നഗരം ഒരു യുദ്ധക്കളമായി മാറുന്ന കാഴ്ച. തുടക്കത്തിൽ പ്രകോപനം സൃഷ്ടിക്കാതെ പരമാവധിയും സംയമനം പാലിച്ചുകൊണ്ടുള്ള സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെങ്കിൽ പിന്നീട് പ്രവർത്തകർ പലതവണ പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിച്ചു. പോലീസിന് നേരെ കയ്യേറ്റം നടത്തി. ബാരിക്കേഡ് തകർത്ത് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള നീക്കം നടത്തി. ഒടുവിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തിചാർജ് ഉണ്ടായത്. അബിൻ വർക്കിക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ, വനിതാ പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. പിണറായി എന്നൊരു പട്ടി കുരച്ചാൽ ഇവിടെ കുരയ്ക്കും പട്ടികളെ, പിണറായിയുടെ പോലീസ് ആരോടാണ് കോലുകളി, ആരോടാണ് കോലുകളി. ഡാൻ കുര്യനിലേക്ക് വീണ്ടും. ഡാൻ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സമരവുമായി പ്രവർത്തകർ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. റോഡ് ഉപരോധിക്കുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് നീക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതോ പ്രവർത്തകർ ഈ അബിൻ വർക്കി